333 ഡിവൈൻ മെറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 days മെസ്സേജസ് ഫോർ യു. ഇവിടെ അബണ്ടൻസ് എന്ന് കിട്ടിയിട്ടുണ്ട്, ഫോർച്യൂൺ, വെൽത്ത്, പ്ലെൻറ്റി. ഈ ഒരു കാർഡ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഒരു ഹാപ്പി മെസ്സേജുമായിട്ടാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഫിനാൻഷ്യൽ അബണ്ടൻസിനെ കുറിച്ചായിരിക്കാം. നിങ്ങളുടെ ഹാർഡ് വർക്ക് അത് അറിയപ്പെടുന്നു, നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളിൽ ലക്ക് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളിലെ എല്ലാ ബ്ലോക്കുകളും അവസാനിച്ച് നിങ്ങളുടെ പാത്ത് വളരെയധികം ക്ലിയർ ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഏഞ്ചലിക് സപ്പോർട്ട് കൂടി ഉണ്ട്. ഒരു ഡിവൈൻ സപ്പോർട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ പതിവായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏഞ്ചലിനെയോ ഗോഡസിനെയോ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം. ആ ഒരു ഗോഡസിൻ്റെയോ അല്ലെങ്കിൽ ഏഞ്ചലിൻ്റെയോ സപ്പോർട്ട്, കെയറിങ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു ക്രിയേറ്ററാണ്. അതായത് നിങ്ങളുടെ ആ ഒരു സർഗസിദ്ധി പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം അതിൻ്റെ കാരണം. പക്ഷെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, ആ ഒരു സർഗസിദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. കാരണം നിങ്ങളിലെ സർഗസിദ്ധി അവിടെ തന്നെയുണ്ട്, അത് ഉറങ്ങുകയാണ്. അതിനെ ഉണർത്തിയെടുത്താൽ മറ്റുള്ളവരെക്കാളും നല്ല ഒരു ക്രിയേറ്റർ ആവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ ആകാശ റെക്കോർഡിൽ ഉണ്ട്. നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇതിനോടകം തന്നെ ആ ഒരു കഴിവിനെക്കുറിച്ചും നിങ്ങൾക്കുള്ള ഒരു ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു സമാധാനം തോന്നുന്നതായിരിക്കാം. നിങ്ങൾ തന്നെ നിങ്ങളുടെ സമാധാനം കണ്ടെത്തുന്നതും ആകാം. നിങ്ങൾക്കതിന് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഒരു പോർട്ടലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നത്. അത് ലക്കിൻ്റെയും കെയറിങ്ങിൻ്റെയും ആയിരിക്കും. മുൻപ് എങ്ങനെയാണോ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം ദൗർഭാഗ്യങ്ങൾ മുൻപ് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് മറ്റൊരു കാലമാണ്. അത് തീർച്ചയായിട്ടും അബണ്ടൻസിൻ്റെയാണ്, ഫോർച്യൂണിൻ്റെയാണ്, വെൽത്തിൻ്റെയാണ്. അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിനുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ ഇന്ന് തുടങ്ങേണ്ടത്. നിങ്ങൾ മെഡിറ്റേഷൻ ശീലമാക്കുക. അതുപോലെ തന്നെ നിങ്ങളിലെ ആ ഒരു ക്രിയേറ്ററിനെ കണ്ടെത്തുക. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പക്ഷേ ആ ഒരു സർഗസിദ്ധി നിങ്ങൾ മനസ്സിലാക്കുക. എന്താണോ നിങ്ങളുടെ ആകാശ റെക്കോർഡിൽ ഉള്ളത്, ആ ഒരു സർഗസിദ്ധിയെ നിങ്ങൾ മനസ്സിലാക്കി അതിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു പാത്ത് വളരെയധികം ക്ലിയർ ആയിട്ടുണ്ട്. ഒരു പക്ഷേ മറ്റൊരാളുടെ ഇടപെടൽ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അവർ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുണ്ടായിരിക്കാം. നിങ്ങളുടെ ജോലി നല്ല രീതിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. എപ്പോഴും നിങ്ങൾക്ക് ഒരേ ചിന്തയായിരിക്കാം ഉള്ളത്. അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചായിരിക്കാം, നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചായിരിക്കാം. നിങ്ങൾ കുറച്ച് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതൊരു സെൽഫിഷ്നെസ് അല്ല ഒരിക്കലും. നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണോ അത് നിങ്ങൾ കണ്ടുപിടിക്കുക. മെഡിറ്റേഷൻ നിങ്ങൾക്ക് അതിന് സഹായം നൽകുന്നതാണ്. നിങ്ങളുടെ മാർഗ്ഗമധ്യേ നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോബുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ചലഞ്ചസ് ഉണ്ടാകുന്നു, ജോലി പല രീതിയിൽ മാറുന്നു ഒക്കെ നിങ്ങൾക്ക് അനുഭവമുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് വേറെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡിനോടോ നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ്. മെഡിറ്റേഷൻ നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾക്ക് നല്ല ഐഡിയാസ്, നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫോർമേഷൻസ്, ടെക്നിക്കൽ ഐഡിയാസ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കേഞ്ചൽ യൂരിയലിനോട് പ്രാർത്ഥിക്കാവുന്നതാണ്.
ആർക്കേഞ്ചൽ യൂരിയൽ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറയുന്നതാണ്. അപ്പോൾ ആർക്കേഞ്ചൽ യൂരിയൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ശുഭദിനം ആശംസിക്കുന്നു.